ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പ്രമാദമായ ഒരു കേസായിരുന്നു നമ്മുടെ പാലക്കാട് രഞ്ജിത്ത് ശ്രീനിവാസൻ കേസ്. RSS പ്രവർത്തകനായിരുന്നു. രഞ്ജിത്ത് ശ്രീനിവാസനെ വളരെ മൃഗീയമായിട്ടാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ കൊല ചെയ്തത് എന്ന് നമുക്കറിയാം. ആ കൊലപാതക ദൃശ്യം മനസ്സിൽ നിന്നും മായാതെ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ ഒരു മുഖ്യധാരാ ചാനലിൽ വന്നിരുന്ന് പറഞ്ഞത് ഹൃദയവേദനയോടുകൂടിയല്ലാതെ ലോകത്തൊരാൾക്കും കേട്ടിരിക്കാൻ സാധിക്കുമായിരുന്നില്ല. ആ പ്രതികൾക്ക് ഇന്ന് എന്താണ് സംഭവിച്ചത് എന്നതാണ് ഇന്നത്തെ വാർത്തയുടെ ഹൈലൈറ്റ്. കേൾക്കാം. പാലക്കാട്ടെ RSS പ്രവർത്തകൻ ശ്രീനിവാസൻ വധക്കേസിൽ പ്രതികൾക്ക് ജാമ്യം നൽകിയതിൽ പിഴവെന്ന് സുപ്രീം കോടതി. 17 PFI ഭീകരർക്ക് ഒരുമിച്ച് ജാമ്യം നൽകിയതിൽ പിഴവെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. ഓരോ പ്രതിയുടെയും പങ്ക് പ്രത്യേകം പരിഗണിക്കണമെന്നും കോടതി നിരീക്ഷിച്ചു. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണനൊപ്പം ചേരുന്നു. ഗൗതം, പ്രതികൾക്ക് വലിയ തിരിച്ചടി. ഹൈക്കോടതിയുടെ ജാമ്യം നൽകിയ നടപടി തെറ്റ്, പിഴവ് ഉണ്ട്. ഓരോ പ്രതിയുടെയും പങ്ക് പ്രത്യേകം പരിഗണിക്കണമായിരുന്നു. മറ്റു വിവരങ്ങൾ. കൃഷ്ണരാജ്, കഴിഞ്ഞ ജൂണിലാണ് പോപ്പുലർ ഫ്രണ്ട് ഭീകരർക്ക് കേരള ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. പാലക്കാട് ശ്രീനിവാസൻ വധവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, അത് വളരെ സുപ്രധാനമായ ഒരു കേസാണ്. കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് നടത്തിയ ഈ കൊലപാതകം ദേശീയ തലത്തിൽ തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോലും ആഭ്യന്തര മന്ത്രാലയം ഈ കേസ് ചൂണ്ടിക്കാണിച്ചിരുന്നു. അങ്ങനെ വളരെ പ്രാധാന്യമുള്ള ഒരു കേസാണ്. ആ കേസിലാണ് കേരള ഹൈക്കോടതി കഴിഞ്ഞ ജൂണിൽ 17 പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാർക്ക് ജാമ്യം ആ കേസ് പരിഗണിച്ച ആ ദിവസം തന്നെ 17 പേർക്കും ജാമ്യം നൽകിയ ഒരു സാഹചര്യം ഉണ്ടായി. ഇവിടെ ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരരുമായി ശ്രീനിവാസന് ഏതെങ്കിലും രൂപത്തിൽ ഒരു തർക്കമുണ്ടായിരുന്നില്ല, ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല, നേരിട്ടറിയുന്ന വ്യക്തിയായിരുന്നില്ല. ഇവർ സുഹൃത്തുക്കളായിരുന്നില്ല, ശത്രുക്കളായിരുന്നില്ല. എന്നിട്ടും പകരത്തിനു പകരം കൊല എന്ന ഖുർആനിക നിയമമാണ് ഇവരിവിടെ പ്രാവർത്തികമാക്കിയത്. ഖുർആനിക നിയമപ്രകാരം കൊലയ്ക്ക് പകരം കൊല, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. പോപ്പുലർ ഫ്രണ്ട് ഭീകരരിൽ ഒരാളെ ആരോ കൊന്നു. അത് RSS ആണ് എന്ന് ആരോപിച്ച് അവർ തിരിച്ച് RSSന്റെ തന്നെ ഒരാളെ കൊല്ലാൻ ശ്രമിക്കുന്നു. അത് വിജയകരമായി പൂർത്തീകരിക്കാൻ 15ഓളം വരുന്ന അംഗങ്ങൾ വലിയ മാരകായുധങ്ങളുമായി ഒരു വീട്ടിലേക്ക് ഇരച്ചു കയറുന്നു. മകൾ, ഭാര്യ, അമ്മ ഇവരുടെ മുമ്പിൽ വെച്ചിട്ടാണ്. മൃഗങ്ങൾ പോലും തോറ്റുപോകും. മൃഗീയത എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. രാക്ഷസീയത എന്ന പദം ഇവിടെ പ്രയോഗിക്കാൻ പറ്റുമോ എന്നതിലും സംശയമുണ്ട്. ദേശീയ അന്വേഷണ ഏജൻസി സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇന്ന് ഈ കേസിൽ വിശദമായ വാദം സുപ്രീം കോടതി കേട്ടില്ല. ഡിസംബർ മാസം 13 ഈ കേസ് വിശദമായി പരിഗണിക്കാമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. പക്ഷേ ഇന്നിത് പരിഗണിക്കുന്ന ഘട്ടത്തിൽ വാക്കാലുള്ള ഒരു പരാമർശം സുപ്രീം കോടതി നടത്തിയത് കേരള ഹൈക്കോടതിയുടെ ഈ തീരുമാനം തെറ്റായിരുന്നു എന്നുള്ളതാണ്. കാരണം ഇതൊരു വളരെ ഗൗരവമുള്ള കേസാണ്. പ്രത്യേകിച്ച് ഒരു ബാൻ ചെയ്ത സംഘടനയുടെ ഏതെങ്കിലും ഒരു മതഭീകരവാദിക്ക് ജാമ്യം നൽകുന്നെങ്കിൽ അവിടെ ജനാധിപത്യം തോറ്റുപോകുകയല്ലേ ചെയ്യുന്നത്. എങ്ങനെയാണിത് സാധിക്കുന്നത് എന്നതിലാണ് നമുക്ക് സംശയം. ഇവരുടെ ജാമ്യം റദ്ദ് ചെയ്യാനുള്ള നിയമ നടപടികൾ നമ്മുടെ രാജ്യത്തില്ലേ? പ്രവർത്തകരാണ്, അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ് ഈ കൊലപാതകം നടത്തി ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത്. അതിനാൽ തന്നെ സ്വാഭാവികമായും ഓരോ പ്രതികളും ചെയ്തിട്ടുള്ള കുറ്റം അത് കൃത്യമായി തന്നെ പരിഗണിച്ചും പരിശോധിച്ചും വേണമായിരുന്നു ആ ജാമ്യം നൽകേണ്ടത് എന്ന ഒരു നിരീക്ഷണമാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും സുപ്രീം കോടതി വളരെ ഗൗരവമായി തന്നെ ഈ വിഷയത്തെ നോക്കിക്കാണുന്നതിന്റെ കൃത്യമായ ഉദാഹരണമാണ്. 2022 ഏപ്രിൽ മാസം 16-ാം തീയതിയാണ് RSSന്റെ മുൻ പ്രചാരകായ ശ്രീനിവാസനെ PFI ഭീകരർ പാലക്കാട് വെച്ച് കുത്തിക്കൊലപ്പെടുത്തുന്നത്. പിന്നീട് ഈ കേസ് ആദ്യഘട്ടത്തിൽ കേരള പോലീസാണ് അന്വേഷിച്ചിരുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പരിധിയിലായിരുന്നു. പക്ഷെ നമുക്കറിയാം, PFIയുമായി ബന്ധപ്പെട്ട കേസുകൾ ഒന്നും തന്നെ കേരള പോലീസ് കാര്യക്ഷമമായി അന്വേഷിക്കുന്നില്ല. അല്ലെങ്കിൽ PFI ഭീകരരെ കൃത്യമായി തന്നെ അവരെ ഈ കേസിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ കേരള പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന വിമർശനം പരക്കെ ശക്തമാണ്. പല കേസുകളിലും അത്തരം സംഭവങ്ങൾ ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കുവാനും സാധിക്കും. അതിനാൽ അന്ന് മുതൽ തന്നെ ഈ കേസിന്റെ അന്വേഷണം NIA ഏറ്റെടുക്കണം എന്നൊരു ആവശ്യം ശക്തമായിരുന്നു. അങ്ങനെ 2023 മാർച്ച് മാസത്തിലാണ് പാലക്കാട് ശ്രീനിവാസൻ വധക്കേസ് ദേശീയ അന്വേഷണ ഏജൻസി ഏറ്റെടുക്കുന്നത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം വളരെ ദ്രുതഗതിയിൽ നടക്കുന്നതിനിടയിലാണ് സുപ്രീം കോടതി ഇത്തരത്തിൽ 17 പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാർക്കും ഒറ്റയടിക്ക് ജാമ്യം അനുവദിച്ചത്. ഇപ്പോൾ
ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് NIA തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചു. ഇന്നിപ്പോൾ ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ സുപ്രീം കോടതി ഹൈക്കോടതിയുടെ നിലപാട് തീരുമാനം തെറ്റാണ്, അത് ഒരിക്കൽ കൂടി പരിശോധിച്ച് വേണമായിരുന്നു ഈ 17 പേർക്കും ജാമ്യം നൽകേണ്ടിയിരുന്നത് എന്ന ഒരു വാക്കാൽ നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. കൃഷ്ണരാജ്. ഗൗതം, ഈ ഓരോ പ്രതികളുടെയും പങ്ക് പ്രത്യേകം പരിഗണിക്കണമായിരുന്നു എന്ന ഒറ്റ വരിയിൽ തന്നെ ഹൈക്കോടതിയുടെ പിഴവ് ചൂണ്ടിക്കാട്ടുകയല്ലേ സുപ്രീം കോടതി? കൃഷ്ണരാജ്, അത് തന്നെയാണ്. അതായത് സുപ്രീം കോടതി ഇന്ന് ചൂണ്ടിക്കാണിച്ചത് ഇതിൽ 17 പ്രതികളുണ്ടെങ്കിൽ ആ 17 പേർക്കും ജാമ്യം നൽകണോ വേണ്ടോ എന്നത് സംബന്ധിച്ച് കീറി മുറിച്ചുള്ള ഒരു പരിശോധന അനിവാര്യമാണ് എന്ന സന്ദേശമാണ് സുപ്രീം കോടതി ഇന്നിപ്പോൾ കേരള ഹൈക്കോടതിക്ക് നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനപരമായ കാരണം തന്നെ ഈ കേസിന്റെ ഗൗരവം എത്രത്തോളം വലുതാണ് എന്നുള്ളതാണ്. കാരണം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്ന ഘട്ടത്തിൽ 2022 സെപ്റ്റംബർ മാസം 28-ാം തീയതി പുലർച്ചെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചുകൊണ്ടുള്ള സർക്കുലർ പുറത്തിറക്കുന്നത്. ആ സർക്കുലറിനകത്ത് എന്തുകൊണ്ട് ഈ ഭീകര സംഘടനയെ നിരോധിക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള ചില വിശദീകരണങ്ങൾ, വലിയ നോട്ടായി തന്നെ അതിന്റെ വിശദീകരണമുണ്ട്. ആ വിശദീകരണത്തിനകത്ത് പോലും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു കൊലപാതകമാണ് പാലക്കാട് RSSന്റെ മുൻ പ്രചാരകായ ശ്രീനിവാസനെ വധിച്ച സംഭവം. അപ്പോൾ അത്രത്തോളം PFIയുടെ ആഴത്തിലുള്ള സ്വാധീനം അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിമിനലുകൾ നേരിട്ട് നേതൃത്വം നൽകിയ ഒരു കൊലപാതകമാണ്. അതിനാലാണ് ദേശീയ അന്വേഷണ ഏജൻസി ആണെങ്കിലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണെങ്കിലും ഈ കേസിന് വലിയ പ്രാധാന്യം നൽകുന്നത്. അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു കേസിലെ ഭീകരന്മാരായ പ്രതികൾക്കാണ് കേരള ഹൈക്കോടതി ഒറ്റയടിക്ക് ജാമ്യം അനുവദിച്ചത്. അന്ന് തന്നെ അതിനെതിരെ വലിയ വിമർശനം വിവിധ കോണുകളിൽ ശക്തമായിരുന്നു. ഏതായാലും NIA തന്നെ പിന്നീട് സുപ്രീം കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ഡിസംബർ 13 ഈ കേസിൽ വിശദമായ വാദം കേൾക്കാൻ സുപ്രീം കോടതി ആരംഭിക്കും. NIA കൊടുത്ത കേസുകൾ കൂടാതെ ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാരും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ശ്രീനിവാസൻ വധക്കേസിൽ തന്നെ ജാമ്യം ലഭിക്കാതെ ഇപ്പോഴും ജയിലിൽ കഴിയുന്ന ഭീകരരുണ്ട്. അവരും തങ്ങൾക്ക് ജാമ്യം ഹൈക്കോടതി നൽകിയില്ല എന്ന് വിമർശിച്ചുകൊണ്ട് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. അപ്പോൾ ഈ കേസുകളെല്ലാം ഒരുമിച്ച് ലിസ്റ്റ് ചെയ്തുകൊണ്ട് അടുത്ത മാസം 13 പരിഗണിക്കാനാണ് സുപ്രീം കോടതി ഇതിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പാലക്കാട്ടെ RSS പ്രവർത്തകൻ ശ്രീനിവാസൻ വധക്കേസിൽ പ്രതികൾക്ക് ജാമ്യം നൽകിയതിൽ പിഴവെന്ന് സുപ്രീം കോടതി. 17ഓളം പ്രതികൾ ഒരു കാറിനകത്ത് വരുവാണ്. അപ്പോ ഒരു കാറാണോ 2 കാറാണോ? ശരി, ഈ 17ഓളം ആളുകൾ പ്ലാൻ ചെയ്ത് വഴിയിൽ കാത്തു നിൽക്കുന്നു. ശരി, ഇന്ന ആളെ ഇവര് ആരെയാണോ പ്രതീക്ഷിച്ചത് ആ ആള് വരുന്നില്ല. അപ്പോഴാണ് ഇവിടുത്തെ RSS പ്രമുഖൻ ഒരാളുണ്ട്, ഇന്ന് അയാൾക്ക് തുണ്ടിടാം. ശരി, അങ്ങനെ അയാൾക്ക് ഇയാൾ കുറിയിടുവാണ്. ഇവരെല്ലാവരും മാരകായുധങ്ങളുമായിട്ടാണ് വരുന്നത്. 2 പേര് വണ്ടി സജ്ജമാക്കി നിർത്തിയിരിക്കുന്നു. എപ്പോൾ ആള് വന്ന് കയറിയാലും പറപ്പിച്ചേക്കണം. അപ്പോൾ അവർ ഡ്രൈവിങ്ങിൽ എഫിഷ്യന്റ് ആണ്. ആ നാടിന്റെ മുക്കും മൂലയും അറിയുന്നവർ, രക്ഷപ്പെടാൻ പര്യാപ്തമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കാൻ സാധിക്കുന്നവർ. ഒരു കൃത്യം ചെയ്യാൻ പോകുമ്പോൾ ഇവരെടുക്കുന്ന ഹോംവർക്കുകളാണ് നമ്മളിവിടെ കാണേണ്ടത്. മറ്റൊരാൾ ഒരു കൂടവുമായിട്ടാണ് വരുന്നത്, വലിയ പാറയൊക്കെ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന കൂടം. അപ്പം ഇവരിങ്ങനെ വരുമ്പോൾ രാവിലെ ഈ ശ്രീനിവാസന്റെ ഭാര്യ മകളെ സൈക്കിളിൽ സ്കൂളിലേക്ക് ട്യൂഷന് പറഞ്ഞു വിട്ടിട്ട് ഗേറ്റ് അടയ്ക്കാതെ അകത്തു വരുന്നു. വാതിലൊന്ന് ചാരിയിട്ടേ ഉള്ളൂ. ശ്രീനിവാസന്റെ അമ്മ ഇറങ്ങി വന്ന് പത്രമെടുത്ത് മുകളിലേക്ക് പോകാൻ തുടങ്ങുന്നു. അപ്പോഴേക്കാണ് ശ്രീനിവാസൻ ഉറക്കമെഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ. ആ സമയത്ത് വാതില് തള്ളി തുറന്ന് 1-ാം പ്രതി എന്ന് പറയുന്ന എന്താ പേരൊന്നും ഞാൻ മറന്നുപോയി, അയാൾ കയറി വരികയാണ്. ആ കൂടം കൊണ്ട് ശ്രീനിവാസന് ഒന്നും മനസ്സിലായില്ല. ആദ്യം അങ്ങനെയാണല്ലോ, ഒരു ഇതികർത്തവ്യാമൂഢനായി നിന്നു എന്നൊക്കെ പറയുന്നത് പോലെ. കാരണം ഈ 10-15 പേരാണ് ഈ വരുന്നതേ. എല്ലാവരുടെയും കയ്യിൽ മാരകായുധങ്ങളുണ്ട്. ഒന്ന് നിലവിളിക്കാൻ പോലും സാധിക്കാതെ സ്തബ്ധനായി നിൽക്കുവാണ് ഇയാള്. ആ കൂടം കൊണ്ട് ആദ്യം രഞ്ജിത്തിന്റെ തലയിലേക്ക് അടിക്കുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞതാണ്. മുഖ്യധാര ചാനലിൽ വന്നിരുന്ന് തന്നെ ഇദ്ദേഹം സംസാരിച്ചതാണ്. ഇടറിയ ശബ്ദത്തോടെ, തകർന്ന ഹൃദയത്തോടെയാണ് ആ മനുഷ്യൻ ഇത് പറയുന്നത്. ഒറ്റയടിക്ക് തലച്ചോറ് ചിതറി. ആ ഹാളിൽ മുഴുവനും തലയോട്ടി പൊട്ടിക്കിടക്കുന്നു എന്നാ പറഞ്ഞത്. അമ്മ കണ്ടുകൊണ്ട് നിൽക്കുന്നു, ഭാര്യയും. പിന്നീട് അയാൾ മരിച്ചു എന്ന് ഉറപ്പായി. പക്ഷെ എന്നിട്ടും ശേഷിക്കുന്ന 14 പേരും അവരുടെ സകലമാന വൈരാഗ്യവും വാശിയും വീറും കരുത്തും ആയുധബലവും ശത്രുതയും എല്ലാം